ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗാസയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിന് വേണ്ടി ആക്രമണത്തിന് താൽക്കാലിക വിരാമമിടണമെന്ന് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ തെരുവുകളിലെ മലിനജലം, മരുന്നുകളുടെ അഭാവം, ഇസ്രായേൽ പ്രഖ്യാപിച്ച ഉപരോധം കാരണം വ്യക്തിഗത ശുചിത്വത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള അഭാവം എന്നിവയാണ് ഗാസയിൽ പോളിയോ ഉണ്ടാവാൻ കാരണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു മുൻപായിരുന്നു പോളിയോ വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നതിന് വേണ്ടി സംഘർഷം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടത്. നിലവിൽ വെല്ലുവിളികൾ ശക്തമാണെങ്കിലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ വാക്സിൻ ക്യാമ്പയിൻ നടത്താൻ ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വാക്സിനേഷൻ 2 റൗണ്ടുകളിലായി ഓഗസ്റ്റിന്റെ അവസാനത്തിലും സെപ്റ്റംബറിലുമായി ഗാസ മുനമ്പിലൊട്ടാകെ നൽകുമെന്ന് കുട്ടികളുടെ ഐക്യരാഷ്ട്ര സംഘടനയായ യൂണിസെഫ് അറിയിച്ചു. വെടിനിർത്തൽ സാധ്യമാക്കാതെ വാക്സിനേഷൻ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നു. വൈറസിന്റെ വ്യാപനം ഗാസ അതിർത്തിയിൽ മാത്രം ഒതുങ്ങില്ലെന്നും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഗാസയ്ക്കുള്ളിലും പുറത്തും വൈറസ് വ്യാപിക്കുന്നത് തടയാനുള്ള ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. വാക്സിനേഷൻ ക്യാമ്പിന് വേണ്ടി ആക്രമണങ്ങൾക്ക് താൽക്കാലിക വിരാമമിടാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. ഗാസ മുനമ്പിൽ അകപ്പെട്ട 20 ലക്ഷത്തോളം വരുന്ന പലസ്തീൻ ജനതയ്ക്ക് മരുന്നുകളും ഭക്ഷണവും ലഭ്യമാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ജൂലൈയിൽ തന്നെ ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പോളിയോ പകർച്ചവ്യാധി പ്രഖ്യാപിക്കുകയും വൈറസിന്റെ വ്യാപനത്തിന് കാരണം ഇസ്രായേൽ ആണെന്നും ആരോപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ സൈനികരുടെ വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള സൈനിക നടപടിയിൽ 40,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള സമാധാന ചർച്ചകളും തുടരുകയാണ്. അമേരിക്ക മുൻകൈയെടുത്താണ് ചർച്ചകൾ നടത്തുന്നത്. ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്ന് അംഗീകരിച്ചാൽ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്നാണ് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ അറിയിച്ചത്. ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെയും കൊലപ്പെടുത്തിയത് ഇസ്രായേലാണെന്നും ഇസ്രായേലിനെതിരെ വൻ പ്രത്യാക്രമണം നടത്തുമെന്നും ഇറാനും വ്യക്തമാക്കിയിരുന്നു.